ഹലോ ഗൈസ്, ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പ്രസ്തു പത്തിരിയും പിന്നെ മുട്ടക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. മാവൊക്കെ കുഴച്ചിട്ടാ പെട്ടെന്ന് വിട്ടുപോയി വീഡിയോ എടുക്കാനായിട്ട്. മാവ് കുഴച്ച് കഴിഞ്ഞു. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പ്രസ്തു പത്തിരി ഞാൻ ഇതിലാണ് ഇതിൽ വെച്ചിട്ട് പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പത്തിരി ഇരിക്കണം. പിന്നെ അത് കറി ഇട്ട് അതിലേക്കുള്ള കറിയാണ്. പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 5-6 മുട്ടയാണ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂണ്, ഒരു 3/4 ടീസ്പൂൺ വെച്ചിട്ട് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് അധികം ഇട്ടാറുണ്ട് എരിവ് ഉണ്ടാവാൻ. അരമുറി നാളികേരത്തിൻ്റെ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മസാലയിലേക്ക് നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ മുട്ടെടുത്ത് പോവുകയാണ്. പത്തിരിയോടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ചായ തിളച്ചത് ഓഫ് ചെയ്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി നന്നായി തിളച്ച് വെച്ചിട്ടുണ്ട്, കുറുകിയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇത് ഓഫ് ചെയ്യാം. പത്തിരി കഴിഞ്ഞുകൊണ്ടിരിക്കണം. പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കണം. പത്തിരി കുറച്ചും കൂടി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ടില്ല. സ്കൂളിൽ പോകേണ്ട ടൈമായ കാരണം കൊണ്ട് പത്തിരി അവിടെ കഴിഞ്ഞിട്ടില്ല, ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറി കേട്ടോ. അപ്പോൾ ഇത് ഇവർക്ക് കൊടുക്കാൻ പോകണേ. ഇതേ കസാരിട്ട് ശരിക്കും അവിടെ ചെന്ന് സെമി അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട് സച്ചിന് ഇഷ്ടപ്പെട്ടോ? സെമിക്കുട്ടിയെ ഇഷ്ടപ്പെട്ടാ? ഗുഡാണോ? സെമിക്കുട്ടി വിഷമിച്ച്